السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന, അതിനെ കേടാക്കി കളയുന്ന ഒരു രോഗമാണ് ഹൃദയകാഠിന്യം, ഖസ്വത്തുൽ ഖൽബ് എന്നുള്ളത്. ഹൃദയം ഒരാളുടെ കടത്തുപോയി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതിനെ ജീവിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ, കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. ഹൃദയം ഒരാളുടെ കടത്തുപോയി കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? പണ്ഡിതന്മാർ ഒരുപാട് അലാമാത്തുകൾ, അടയാളങ്ങൾ അതിന് വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം കടുത്തുപോയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഉലമാക്കൾ പറഞ്ഞു, ഒരുവന് ദീനിൻ്റെ ഉപദേശങ്ങൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, ഖുർആനിൻ്റെ ആയത്തുകൾ, വഅദുകൾ അവൻ്റെ ഹൃദയത്തിനെ സ്വാധീനിക്കുന്നില്ല, മാറ്റമുണ്ടാക്കുന്നില്ല. അത് ഹൃദയകാഠിന്യത്തിൻ്റെ വലിയ ഒരു അടയാളമാണ്. അതുപോലെ തന്നെ ഇബാദത്തുകൾ, അതിൽ ഒരു ആസ്വാദനം കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ ഇബാദത്തുകൾക്ക് താല്പര്യമുണ്ടാകുന്നില്ല. ഇതൊക്കെ ഹൃദയകാഠിന്യത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ ഒരുവൻ ഹൃദയകാഠിന്യം ബാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ മുസീബത്താണ്. ആ ഹൃദയകാഠിന്യം മാറ്റി ഹൃദയത്തിനെ പഴയ അവസ്ഥയിലേക്ക്, നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് വളരെയധികം പരിശ്രമം ആവശ്യമുള്ള കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഅബ്അദുൽ ഖുലൂബി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. അല്ലാഹുവിൽ നിന്ന് ഏറ്റവും വിദൂരമായ ഖൽബ് എന്നാൽ അത് കാഠിന്യം ബാധിച്ച, ഖസ്വത്തുൽ ഖൽബ് ബാധിച്ച ഹൃദയമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താണ് ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പറഞ്ഞു, ദഹാബുൽ ലീനി വറഹ്മതി വൽ ഖുശൂഇ മിൻഹു. ഹൃദയത്തിൻ്റെ ലോല അവസ്ഥ, ഹൃദയത്തിൻ്റെ ലോലമായ അവസ്ഥ അത് നീങ്ങിപ്പോവുക. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യമില്ലാതെയാവുക. അതുപോലെ തന്നെ ഹൃദയത്തിൽ ഖുശൂഅ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുക. ഖുശൂഅ് ഇല്ല ഹൃദയത്തിൽ, അള്ളാഹുവിനോടുള്ള ഭയഭക്തി അത് ഇല്ല, അതില്ലാത്ത അവസ്ഥ. അതാണ് ഖസ്വത്തുൽ ഖൽബ് കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇമാം മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ ദുരിബ അബ്ദുൻ ബിഉഖൂബത്തിൻ അഅ്ദമ മിൻ ഖസ്വത്തിൽ ഖൽബ്. ഒരുവന് അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ തന്നെ നിശ്ചയിക്കുന്നൊരു വലിയ വലിയ ഗുരുതരമായ ഒരു ശിക്ഷയാണ് ഹൃദയകാഠിന്യം എന്നുള്ളത്. അതിനേക്കാൾ ഗുരുതരമായ ഒരു ഉഖൂബത്തും ദുനിയാവിൽ ഒരാൾക്ക് ലഭിക്കാനില്ല എന്നാണ് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പലരുടെയും ഹൃദയകാഠിന്യത്തിൻ്റെ അവസ്ഥ അതിലേറ്റ വ്യത്യാസം ഉണ്ടാകും. ഏറ്റവും കടുത്ത രീതിയിൽ ഒരു നിലക്കും അള്ളാഹുവിൻ്റെ ദിക്റുകളും അള്ളാഹുവിൻ്റെ ആയാത്തുകളും വഅദുകളും ഒരു നിലക്കും സ്വാധീനിക്കാത്ത, ഒരു നിലക്കും ചാഞ്ചാട്ടം ഇല്ല, പിന്നെ ഉണ്ടാക്കാത്ത ഹൃദയങ്ങളുണ്ടായിരിക്കും. അതിലേറ്റ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഹൃദയം അത് കടുത്ത് അത് പാറക്കല്ലിനേക്കാൾ കടുത്ത അവസ്ഥയിലേക്ക് അത് മാറുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രായേലുകാരെ കുറിച്ച് പറഞ്ഞതായി കാണാം, സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. പിന്നീട് നിങ്ങളുടെ ഹൃദയം അത് കടുത്തുപോയി, അത് പാറക്കല്ലിനെ പോലെ, അതല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ ഹൃദയം മാറിപ്പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രായേലുകാരെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും.
ഹൃദയം കടുത്തു ഒരാളുടെ ഹൃദയം അത്രയും മോശമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു എന്നിട്ട് ശേഷം പറയാണ്, ആയത്തിൻ്റെ ശേഷം പറയാണ്, വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. പാറക്കല്ലിൽ നിന്ന് പാറക്കല്ല് അത് പൊട്ടിപ്പളർന്ന് അതിൽ നിന്ന് അരുവികൾ ഉണ്ടാകുന്നു. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ. ചിലത് അത് പിളരുകയും അതിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുന്നു. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ല. പാറക്കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ അത് അള്ളാഹുവിനോടുള്ള ഖശിയത്ത് കാരണം, പേടി കാരണം അത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അപ്പോൾ നോക്കി, ഈ പാറക്കല്ല്, ഇത്രയും കടുത്ത പാറക്കല്ലിന് വരെ അള്ളാഹുവിനോടുള്ള ഭയം അതിൻ്റെ ആ പാറക്കല്ലിനെ സ്വാധീനിക്കുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ ഭയം കൊണ്ട് നിറയുന്നില്ല എങ്കിൽ, അള്ളാഹുവിനോടുള്ള ഭയം അവൻ്റെ ഹൃദയത്തിനെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ, ഈ പറഞ്ഞ പാറക്കല്ലിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് അവൻ്റെ ഹൃദയമുള്ളത് എന്നുള്ളതാണ് ഉലമാക്കൾ ഈ ആയത്തുകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. ഹൃദയം കടുത്തു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് തൂലുൽ അമദ്. ഒരുപാട് കാലം ദീനിൽ നിന്ന് വിട്ടുനിന്ന്, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള സ്മരണയിൽ നിന്ന്, ദിക്റിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുക എന്നുള്ളത്. വഹുവൽ മൈലു ഇല ദുനിയ വൽ ഇഅറാദു അൻ മവാഇദില്ലാഹ്. ദുനിയാവിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ തിരിയാം, അള്ളാഹുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ട വാദുകളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മുടെ ആയുസ് തൂലുൽ ഉംരി മഅൽ ഗഫ്ല, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അശ്രദ്ധയിൽ നമ്മളുടെ ആയുസ് അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോവുക. ദീനുമായി ബന്ധമില്ലാതെ, അള്ളാഹുമായി ബന്ധമില്ലാതെ കുറേ കാലം ജീവിക്കുക എന്നുള്ളത് അതെന്തിൻ്റെ അടയാളമാണ്? അത് ഖസ്വത്തുൽ ഖൽബിനുള്ള, ഹൃദയം കടുത്തു പോകാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്, മുഅ്മിനീങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. സലഫുകളുടെ ഹൃദയത്തിന് വളരെയധികം സ്വാധീനം ഉണ്ടാക്കിയ ആയത്താണ്. അള്ളാഹു ചോദിക്കാണ്, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനോടുള്ള സ്മരണയിൽ കീഴൊതുങ്ങുവാൻ, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനോടുള്ള ഭയത്താൽ അവരുടെ ഹൃദയങ്ങൾ ഭയഭക്തിയിലാകാൻ അവർക്ക് സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹുവിൽ നിന്ന് അവതരിച്ച ഹക്കിലേക്ക് കീഴൊതുങ്ങുവാൻ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമയമായില്ലേ എന്ന ചോദ്യമാണ്. ഈ ആയത്തുകൾ ഓതി സലഫുകൾ കരഞ്ഞതായി കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അദ്ദേഹം താടി രോമങ്ങൾ കുതിരുമാറി കരയാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, അല്ലാഹുവേ, സമയമായിരിക്കുന്നു, ഞങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്ന് അവർ പറയുകയും ചെയ്യുമായിരുന്നു. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് ഒരിക്കലും പാടില്ല കിതാബുകൾ നൽകപ്പെട്ട ജൂത നസ്രാണികളെ പോലെ നിങ്ങളാകുവാൻ പാടില്ല. അവരവസ്ഥ എന്താണ്? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, പ്രവാചകന്മാരില്ലാതെ ഒരുപാട് കാലം അവരങ്ങനെ പ്രവാചകന്മാരില്ലാത്ത ആ വിടവിൽ അള്ളാഹുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവർ ഹൃദയങ്ങൾ എന്തായി? കടുത്തുപോയി. കസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ധാരാളം ആളുകൾ ഫാസിഖുകളാണ് എന്നാണ്. അപ്പോൾ നോക്കൂ, ഹൃദയം അത് കടുത്തുപോകും. അള്ളാഹുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ, അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹൃദയം കടുക്കും. ഹൃദയം കടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ തെമ്മാടത്തിലേക്ക്, ഫിസ്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്മരണയിലേക്ക് ഹൃദയങ്ങൾക്ക് കീഴൊതുങ്ങുവാൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് കീഴൊതുങ്ങുവാൻ സമയമായില്ലേ എന്ന് അള്ളാഹു ആരോടാണ് ആദ്യം ചോദിച്ചത്? സ്വഹാബികളോടാണ് ആദ്യം ചോദിച്ചത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, മാ കാന ബൈന ഇസ്ലാമിന
وبين أن عاتبنا الله بهذه الآية إلا 4 سنين. ഈ ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ശാസിച്ചതും ഞങ്ങൾക്ക് ഇസ്ലാമിൽ വെറും 4 കൊല്ലത്തെ ഒരു ഇടവേളയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് 4 കൊല്ലമാകുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചു എന്നാണ്. ഇസ്ലാം അത് സ്വീകരിച്ച് 4 കൊല്ലം ആകുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് സ്വഹാബികളോട് പറഞ്ഞു എന്നുള്ളതാണ്. ഈ ആയത്തിലൂടെ സ്വഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശാസിച്ചു. അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുവാൻ സമയമായിട്ടില്ലേ? ഹൃദയങ്ങൾ ഉണർന്ന് അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങി മടങ്ങുവാൻ സമയമായിട്ടില്ലേ എന്ന് ഇസ്ലാം സ്വീകരിച്ച് 4 കൊല്ലം ആകുമ്പോഴേക്ക് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശാസിച്ചു എന്ന്. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഗഫലത്തിലായിക്കൊണ്ട് നമ്മളുടെ ജീവിതം തള്ളി നീക്കുക എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഹൃദയകാഠിന്യം അത് സംഭവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അൽ ഗഫ്ലത്തു അൻ ദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അശ്രദ്ധയിലാവുക എന്നുള്ളത്. ദിക്റിൽ നിന്ന്, ഖുർആനിൽ നിന്ന് നമ്മൾ അശ്രദ്ധയിലായി ജീവിക്കുക എന്നുള്ളത് ഹൃദയം കടുത്തു പോകാനുള്ള കാര്യമാണ്. ഖുർആനിൽ ഏറ്റവും വലിയ ദിക്ർ എന്താണ്? ഖുർആനാണ്. ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. ഒരുവൻ ഖുർആൻ ഓതുന്നില്ല, ഖുർആൻ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റിന് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ സ്ഥാനമാണുള്ളത്. ഒരുവൻ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പിന്നീട് രാത്രി ആ വിരിപ്പിലേക്ക് തിരിച്ചു മടങ്ങുന്നതിടത്തോളം വരെ എത്ര ദിക്റുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് വെറുതെ പഠിപ്പിച്ചതല്ല, അതിൽ മഹത്തായ ലക്ഷ്യമുണ്ട്. ഈ ദിക്റുകളൊന്നും മുഖവിലക്കെടുക്കാതെ, അതൊന്നും പാലിക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആലോചിക്കാതെ, ദിക്ർ ചെയ്യാതെ, ഖുർആൻ ഓതാതെ, അത് ചിന്തിക്കാതെ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് ഒരുവൻ അശ്രദ്ധയിലായി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം അത് കടുത്തു പോകും. അള്ളാഹു പറഞ്ഞു ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാ. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധയിലായിട്ടുള്ള ഹൃദയങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാതെ കടുത്തുപോയ ഹൃദയങ്ങൾ, അതിന് നാശമുണ്ട്. അള്ളാഹുവിൻ്റെ ശാപമാണത്. ഫവൈലുൻ, നാശമുണ്ടാകട്ടെ, അത് നാശമുണ്ട്. ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കാതെ ഹൃദയങ്ങൾ അങ്ങനെ കടുത്തുപോയ ആളുകൾക്ക് അവർക്ക് വൈലുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഉലൈക ഫീ ളലാലിൻ മുബീൻ, ഒരു വ്യക്തമായ വഴികേടിലാണ്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഹൃദയങ്ങൾ ജീവനുള്ളതായി നിലനിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അത് ഹൃദയത്തിനെ വല്ലാതെ ബാധിക്കും. എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനുള്ള ദിക്റാണ്. നിസ്കാരം ദിക്റാണ്, എല്ലാ ഇബാദത്തുകളും, നോമ്പ് ദിക്റാണ്. എല്ലാ ഇബാദത്തുകളും അള്ളാഹു നിശ്ചയിച്ച് തന്നെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദിക്റിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത് അവന് കുടുസായ ജീവിതം ഉണ്ട് എന്നാണ്. അവനെപ്പോഴും കുടുസതയിലായിരിക്കും. അവൻ്റെ ഹൃദയത്തിൽ കുടുസത ഉണ്ടാകും, അവൻ്റെ ജീവിതത്തിൽ കുടുസത ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിനെ ആലോചിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ അവർ ജീവിതം വളരെ സന്തോഷത്തിലായിരിക്കും എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഹൃദയം കടുത്തു പോകാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യമാണ് ധാരാളമായി ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്സിറു അൽളഹിക്, നിങ്ങൾ ധാരാളമായി ചിരി അധികരിപ്പിക്കരുത്. ഫഇന്ന കസ്റത അൽളഹികി തുമീതുൽ ഖുലൂബ്, കാരണം ധാരാളമായി ചിരിക്കുക എന്നുള്ളത്, ചിരി അധികരിപ്പിക്കുക എന്നുള്ളത് ഹൃദയത്തിനെ മരിപ്പിച്ചു കളയും. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, 2 കാര്യങ്ങൾ, ഖസ്ലതൈനി തഖ്സിയാനിൽ ഖൽബ്, 2 കാര്യങ്ങൾ അത് ഹൃദയത്തിനെ കടുപ്പിച്ചു കളയും.
ഒന്ന് കസ്റത്തുൻ നൗം, രണ്ടാമത്തേത് കസ്റത്തുൽ അക്ൽ, ധാരാളമായി ഉറങ്ങുക എന്നുള്ളത്. അതുപോലെ തന്നെ അനാവശ്യമായി ധാരാളമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് ഹൃദയത്തിനെ കടുപ്പിച്ചു കളയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ആവശ്യമുള്ളതിനും അപ്പുറം ഭക്ഷണം കഴിക്കുക, ആവശ്യമുള്ളതിനപ്പുറം ഉറങ്ങുക, ആവശ്യമുള്ളതിനപ്പുറം ചിരിക്കുക, എപ്പോഴും ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, ഇത് അധികരിപ്പിക്കുക, ഇതൊക്കെ ഹൃദയം അത് കടുത്തു പോകുന്നതിനുള്ള കാരണമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിന്മകൾ, അതിൻ്റെ വിഷയത്തിൽ ഒരു ഗൗരവമില്ലാതെ തിന്മകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, തിന്മകൾ അതിനെ നിസ്സാരവൽക്കരിക്കുക, അതൊരു മുനാഫിഖിൻ്റെ ലക്ഷണമാണ്. തിന്മകൾ നിസ്സാരവൽക്കരിച്ച് തിന്മകൾ ചെയ്യുന്നതിനൊരു ഗൗരവം കാണുന്നില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് കളവ് പറയുന്നു, കണ്ണുകൾ നിയന്ത്രിക്കുന്നില്ല, സംസാരത്തിൽ സൂക്ഷ്മതയില്ല, ഇങ്ങനെ തിന്മകൾ ചെയ്യുന്നതിൽ ഒരു സൂക്ഷ്മതയില്ലാത്ത അവസ്ഥ, തിന്മകളോട് ഒരു നിസ്സാരഭാവം, ഇത് മുനാഫിഖിൻ്റെ ലക്ഷണമാണ്. മുനാഫിഖ് തിന്മകളെ കാണുന്നത് അവൻ്റെ മൂക്കിൻ്റെ അരികിലൂടെ ഒരു ഈച്ച പാറിപ്പോയി അവന് അതിനെങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് അവന് തിന്മയെ കണക്കാക്കുന്നത്. എന്നാൽ ഒരു മുഅ്മിൻ അവൻ്റെ തിന്മകളെ അവൻ കാണുന്നത് അവനൊരു വലിയ പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്ന ആ പർവ്വതം എങ്ങാനും ഇവൻ്റെ മേലേക്ക് വീണു പോകുമോ എന്ന ചിന്തയിലാണ് മുഅ്മിൻ അവൻ്റെ തിന്മയെ കാണുന്നത്. തിന്മയെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. തിന്മയെ നിസ്സാരവൽക്കരിക്കുകയും തിന്മകൾ ചെയ്യുന്നത് അത് നിസ്സാരമായി കാണുകയും ചെയ്താൽ ഹൃദയം കടുത്തുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദ. ഒരു വ്യക്തി അവൻ തിന്മ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഫഇൻഹു താബ വറജഅ സുഖില ഖൽബു. തിന്മ ചെയ്ത് അവൻ അപ്പോൾ തന്നെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയാൽ അവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. എന്നാൽ ഫഇൻ സീദ സീദ അലൈഹി, തിന്മകൾ അധികരിച്ചാൽ ആ പുള്ളി അങ്ങനെ ആ ഹൃദയത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തിന്മകൾക്കനുസരിച്ച് ഓരോ ഹൃദയത്തിൽ ആ കറുത്ത പുള്ളി വീണ് വീണ് ആ ഹൃദയം മുഴുവൻ മലിനമാകും. പിന്നെ ഈ പറഞ്ഞ ഹൃദയം കടുത്ത അവസ്ഥയിലേക്ക് പോകും. ഇബാദത്തുകൾ ചെയ്യാൻ താല്പര്യമുണ്ടാവുകയില്ല, ചെയ്യുന്ന ഇബാദത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല, ഒരുപാട് പ്രയാസങ്ങൾ അതുമൂലം അവനുണ്ടാകും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വഇന്ന ലിസ്സയ്യിഅതി ദുൽമതൻ ഫിൽ ഖൽബി. തിന്മകളുടെ ഒരു മോശം പര്യവസാനമാണ് അത് ഹൃദയത്തിൽ ഇരുട്ടുണ്ടാക്കുമെന്നുള്ളത്. ഹൃദയത്തിൽ ഇരുട്ടുണ്ടാക്കും. തിന്മകൾ അത് ചെയ്തു കഴിഞ്ഞാൽ, അത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഇരുട്ടുണ്ടാകും, ഹൃദയത്തിൽ നൂറുണ്ടാവുകയില്ല. ഇമാം സഅദ് അത്തസ്തുരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഹറാമുൻ അലാ ഖൽബിൻ അൻ യദ്ഖുലഹു നൂർ ഫീഹി ശൈഉൻ മിമ്മാ യക്റഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു ഹൃദയത്തിലുണ്ട് എങ്കിൽ ആ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ നൂർ പ്രവേശിക്കുക എന്നുള്ളത് ഹറാമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഹറാമുകളുണ്ട് എങ്കിൽ, തിന്മകളുടെ കറകളുണ്ട് എങ്കിൽ, അള്ളാഹു വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ നൂർ പ്രവേശിക്കാൻ വളരെ സാധ്യത കുറവാണ്. അള്ളാഹുവിൻ്റെ നൂർ അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം തിന്മകൾ അത് അധികരിപ്പിക്കുക എന്നുള്ളത് ഹൃദയം കടുത്തു പോകുന്നതിനുള്ള കാരണമാണ്. അപ്പം ഈ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തണം. നമ്മുടെ ജീവിതത്തിൽ ഹൃദയകാഠിന്യം ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. അങ്ങനെ ആരുടെയെങ്കിലും ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എങ്കിൽ ആ ഹൃദയകാഠിന്യം മാറ്റുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് റമദാൻ. അള്ളാഹുവിനെ ധാരാളം ഓർത്തുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ചിന്തിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എങ്കിൽ അത് ശരിപ്പെടുത്തിയെടുക്കാൻ റമദാനിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു മാസമില്ല, മറ്റൊരു സമയമല്ല. റമദാനിൽ ഒരുവൻ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എങ്കിൽ ആ ഹൃദയം റമദാനിൽ അവൻ ലോലമാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് അവൻ ലോലാക്കുക?
അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് നമ്മളിൽ ആരെങ്കിലും, ഞാനും നിങ്ങളും അടങ്ങുന്ന ആരെങ്കിലും ഈ ഒരു മുസീബത്ത് ബാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞത് ഒരു വളരെ ശ്രമകരമായ, വളരെയധികം പരിശ്രമിച്ച് മാറ്റേണ്ട ഒരു കാര്യമാണ് ഹൃദയത്തിനെ ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മൾ പരിശ്രമിക്കുക, ഈ റമളാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തുപോകുക എന്നുള്ളത് എന്താണ്? ഒരു രോഗമാണ്. ആ രോഗത്തിനുള്ള ചികിത്സ എന്താണ്? രോഗത്തിനുള്ള ഏറ്റവും വലിയ ചികിത്സ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കസ്റത്തു ദിക്രില്ല, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽപ്പെട്ടാണ് ഖുർആൻ ഓതൽ, ഇബാദത്തുകൾ അധികരിപ്പിക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റുകൾ ചൊല്ലൽ. അത് നമ്മുടെ ഹൃദയത്തിനെ ജീവിപ്പിക്കും, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, ഹൃദയങ്ങൾ സമാധാനത്തിനാകുന്നത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ, അള്ളാഹുവിനെ ഓർക്കുന്നത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം അത് ജീവിച്ചു തുടങ്ങും. അവൻ്റെ ഹൃദയം അത് ലോലമാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാ. തൻ്റെ ഉസ്താദ് പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയുകയാണ്, ഒരു ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദിക്ർ എത്രത്തോളം ആവശ്യമാണ് എന്നാൽ ഒരു മത്സ്യത്തിന് വെള്ളം അതിൻ്റെ ജീവൻ നിലനിർത്താൻ എത്രത്തോളം ആവശ്യമാണ്, അതുപോലെ തന്നെ ആവശ്യമാണ് ഒരു ഹൃദയം അതിന് അള്ളാഹുവിനോടുള്ള ദിക്ർ. ഒരു മത്സ്യത്തിന്, ഒരു മീനിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പുറത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മീനിൻ്റെ അവസ്ഥ? അത് മരിച്ചു പോകും. എന്നതുപോലെ തന്നെയാണ് ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്മരണ ഇല്ലാതെയാകുമ്പോൾ ഹൃദയം അത് മരിച്ചു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുന്നവൻ്റെ ഉപമയും അള്ളാഹുവിനെ ഓർക്കാത്തവൻ്റെ ഉപമയും ഏതുപോലെയാണ്? ജീവനുള്ളതിൻ്റെയും മയ്യിത്തിൻ്റെയും ഉപമ പോലെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഓർക്കുന്നവരെ ഉപമിച്ച് ജീവനുള്ളവയോടാണ്, അള്ളാഹുവിനെ ഓർക്കാത്തവരെ ഉപമിച്ചത് മയ്യിത്തിനോടാണ്. ഹയാത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ യഥാർത്ഥ ജീവിതം എന്നുള്ളത് ദിക്റിലാണ്. അതുകൊണ്ട് ദിക്റുകൾ അത് അധികരിപ്പിക്കുക, നാവ് കൊണ്ട് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക, ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുക, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. റമളാൻ അതിന് പറ്റിയ വലിയ അവസരമാണ്. ഖുർആൻ ഓതുന്നതിൻ്റെയും ദിക്റിൻ്റെയും മാസമാണ് റമളാൻ മാസം. റമളാൻ മാസം അത് ദിക്റിൻ്റെ മാസമാണ്. നോമ്പിലൂടെ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദിക്ർ ചെയ്തുകൊണ്ട് അടുക്കുക, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. ഖുർആൻ എന്നുള്ള ശിഫയാണ്. നമ്മൾ പറഞ്ഞു ഇത് ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫ അത് ഖുർആനിലുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കുള്ള റഹ്മത്തും രോഗശമനവുമാണ് ഖുർആൻ. രോഗശമനമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ പ്രത്യേകം അല്ലാഹു പറഞ്ഞു. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ശിഫയാണ്, രോഗശമനമാണ് ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ധാരാളമായി ഓതുക, അതിൻ്റെ ആശയങ്ങൾ ആലോചിക്കത് ഹൃദയത്തിനെ ലോലമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇത്ആമുൽ മിസ്കീൻ വമസ്ഹു റഅസിൽ യതീം. ഒരുവൻ്റെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എങ്കിൽ ആ ഹൃദയകാഠിന്യം മാറ്റുവാൻ അവനെ സഹായിക്കുന്ന കാര്യമാണ് മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ യതീമുകളുടെ തല തടവുക എന്നുള്ളത്. ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഹൃദയം കടുത്തുപോയിട്ടുണ്ട്, എന്താണ് പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇൻ അറദ്ത അൻ യലീന ഖൽബുക ഫഅത്ഇമിൽ മിസ്കീൻ വംസഹ് റഅസൽ യതീം. നിന്റെ ഹൃദയം അത് ലോലമാകാൻ നീ ഉദ്ദേശിക്കുന്നു എങ്കിൽ മിസ്കീനിന് നീ ഭക്ഷണം കൊടുക്കുക, യതീമിൻ്റെ നീ തല തടവുക. അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ ചെയ്യാം. യതീമായ മക്കളുടെ തല തടവുക എന്നുള്ളത് അതുപോലെ ചെയ്യാം. ചില ഉലമാക്കൾ വംസഹ് റഅസൽ യതീം, യതീമിൻ്റെ തല തടവുക എന്ന് പറഞ്ഞാൽ അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും രണ്ടും ചെയ്യാം. യതീമിൻ്റെ തല തടവാം, അത് അവനോടുള്ള അനുകമ്പയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് അവനോട് നല്ല രൂപത്തിൽ പെരുമാറാം. അത് ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന, ഹൃദയത്തിൽ ചലനമുണ്ടാക്കുന്ന, ഹൃദയത്തിനെ ലോലമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. മിസ്കീങ്ങളോട് ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച മഹത്തായ വസിയ്യത്തുകളിൽ പല സ്വഹാബികളും പറഞ്ഞ കാര്യമാണ് ഹുബ്ബുൽ മസാകീൻ വദ്ദുനുവി മിൻഹും. മിസ്കീന്മാരെ സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന് വലിയ ഉദാഹരണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പള്ളിയിൽ ഇരിക്കുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദിക്കും, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കുമായിരുന്നു. ഇത്രയും സഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലായിരുന്നു ബന്ധമുണ്ടായിരുന്നത്. അവിടുന്ന് പാവപ്പെട്ടവരെ സ്നേഹിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരോട് നമുക്ക് സ്നേഹമില്ല എങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ റഹ്മത്തിൽ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. പാവപ്പെട്ടവരെ സ്നേഹിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുക, അവരോട് ചേർന്നിരിക്കുക, യതീമായ മക്കളുടെ തല തടവുക, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക. ഇതൊക്കെ ഹൃദയം ലോലമാകാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ കസ്റത്തു ദിക്രിൽ മൗതി വൽ ഖബ്രി വൽ ഖിയാമ, ഖബറിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച്, മരണത്തിനെ കുറിച്ച് ധാരാളം ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിൻ്റെ ചിന്ത നിങ്ങൾ അധികരിപ്പിക്കുക. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മൻ അക്സറ ദിക്റൽ മൗതി ഖല്ല ഹസദുഹു വഫറഹുഹു, ഒരുവൻ മരണത്തിൻ്റെ ചിന്ത അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അസൂയയും നകളിപ്പും അത് കുറഞ്ഞു പോകും, ഇല്ലാതെയാകും. ഖബറിനെ കുറിച്ച് ചിന്തിക്കുക. ഈ അശ്രദ്ധയിൽ ജീവിച്ചു കഴിഞ്ഞാൽ കടുത്ത ഹൃദയവുമായാണ് ഖബറിലേക്ക് പോകുന്നത് എങ്കിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു നോക്കുക. ധാരാളമായി ഒരുവൻ മരണത്തിന് ഓർത്താൽ സന്തോഷവേളയിലാണ് അവൻ മരണത്തിന് ഓർക്കുന്നത് എങ്കിൽ അവന് പ്രയാസമുണ്ടാകും. പ്രയാസമുള്ള ഘട്ടങ്ങളിലാണ് അവൻ മരണത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് എങ്കിൽ അവനൊരു എളുപ്പമുണ്ടാകും, ഒരു തുറവിയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് പരലോകത്തിനെ കുറിച്ച്, മരണത്തിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി ഉറ്റാലോചിക്കുക, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക. ഇത് ഹൃദയകാഠിന്യം മാറ്റുന്നതിനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഖബർ സന്ദർശിക്കുക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനം പഠിപ്പിച്ചത് തന്നെ, ശറഅക്കിയത് തന്നെ ഈ ഒരു ഉദ്ദേശത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടങ്ങളിൽ ഖബർ സിയാറത്ത് വിലക്കിയിരുന്നു. കാരണം എന്താ, സ്വഹാബികൾ ശിർക്കിൽ നിന്ന് മുക്തരായി വന്നിട്ടേ ഉള്ളൂ. ഇപ്പം ഖബറും ശിർക്കുമായി ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഖബർ സിയാറത്ത് വിലക്കി. പിന്നീട് സ്വഹാബികളുടെ ഈമാൻ, അവരുടെ വിശ്വാസം, അഖീദ അത് ഉറച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും എന്തിനു വേണ്ടി സിയാറത്ത് ചെയ്യണമെന്ന് പ്രത്യേകം പഠിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ തുരിഖുൽ ഖൽബ്, ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാകും, ഹൃദയത്തിന് ലോലതയുണ്ടാകും, ഹൃദയത്തിൻ്റെ കാഠിന്യം അതില്ലാതാക്കി കളയും ഖബർ സന്ദർശിച്ചു കഴിഞ്ഞാൽ. വതുദ്മിഉൽ ഐൻ, അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ കണ്ണ് നിറയും. വതുദക്കിറുൽ ആഖിറ, പരലോകത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു തരും. ഖബറിൽ പോയാൽ, ഖബർസ്ഥാനിൽ പോയി അവിടെ നിന്ന് ഒറ്റയ്ക്ക് ചിന്തിച്ചു നോക്കുക, നാളെ ഞാനും ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ്, എൻ്റെ കുടുംബമോ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് 6 അടി മണ്ണിൽ തനിച്ചാകേണ്ടവനാണ് ഞാൻ
എനിക്ക് എൻ്റെ കൂട്ടിന് എൻ്റെ അമലുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്നത് രൂപത്തിൽ എന്ത് ചെയ്യണം? ഖബർ സന്ദർശനങ്ങൾ നടത്തിയാൽ അത് ഹൃദയകാഠിന്യം അത് നീക്കിക്കളയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങൾ, ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരുവൻ ഈ മുസീബത്ത് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅ, അല്ലാഹുവേ നിന്നെ പേടിക്കുന്ന ഖുശൂഉള്ള ഖൽബ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഖുശൂഉള്ള, ഏറ്റവും ഖശിയത്തും ഖുശൂഉം ഉള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും ഭയക്കുന്നവർ, അള്ളാഹുവിൻ്റെ റസൂലായിട്ട് കൂടി അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, അള്ളാഹുവെ ഭയഭക്തിയില്ലാത്ത ഖുശൂഇല്ലാത്ത ഖൽബിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചു എങ്കിൽ നമ്മൾ എത്ര അർഹരാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ. ലോലമായ ഹൃദയമുണ്ടാകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഖുശൂഉള്ള ഭയഭക്തിയുള്ള ഹൃദയമുണ്ടാകുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഹൃദയം അത് കടുത്തു പോകുന്നതിൽ നിന്ന്, ഹൃദയത്തിൽ ഭയഭക്തി ഇല്ലാതെയാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്തിലാണ് നമ്മളുള്ളത്. നോമ്പുകാരാണ്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന എപ്പോഴും സ്വീകരിക്കപ്പെടാൻ അർഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തള്ളാത്ത 3 പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കി നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക, ധാരാളം ദിക്റുകൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وهذا والله تعالى أعلى وأعلم وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.